നമസ്തേ. ഓഗസ്റ്റ് മാസം 26-ാം തീയതി ജനിച്ചവരെക്കുറിച്ച് ബ്രീഫായിട്ട് ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ ഭാഗ്യസംഖ്യ 8ആണ്, 2ഉം 6ഉം കൂടി ചേരുന്നത്. എന്നാൽ 8 ഭാഗ്യസംഖ്യ എന്ന് പൂർണ്ണമായിട്ടും പറയുവാൻ പറ്റത്തില്ല. 7-ാം തീയതിയും 8-ാം തീയതിയും ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ ജനിച്ച ഡേറ്റിനേക്കാൾ ഉപരിയായിട്ട് വിധിസംഖ്യയാണ് പ്രാക്ടിക്കലായിട്ട് അവർക്ക് അനുകൂലമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. വിധിസംഖ്യ എന്നാൽ നിങ്ങൾ ജനിച്ച ഡേറ്റും മാസവും വർഷവും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന തുക ഏതാണോ അതിൻ്റെ ആ ഒരു ഫിഗർ കിട്ടുമല്ലോ. ആ വിധിസംഖ്യയാണ് പൊതുവേ 8-ാം തീയതിക്കാർക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്ലാനറ്റ് ശനീശ്വരൻ. ഓഗസ്റ്റ് മാസം 26-ാം തീയതി ജനിച്ച വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ പൊതുവെ സൗമ്യശീലരാണ്, വിനയം ഉള്ളവരാണ്, മറ്റുള്ളവരോട് സ്നേഹമുണ്ട്, ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടും കൃത്യമായിട്ടും കൃത്യനിഷ്ഠയോടുകൂടി പൂർത്തീകരിക്കുകയും ചെയ്യും. അതെന്ത് ജോലിയായാലും. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജോലി ആയിരിക്കില്ല നിങ്ങളുടെ തുടക്കകാലം. ഏകദേശം ഒരു ദാസ്യവേല പോലെ എന്നൊക്കെ പറയാൻ പറ്റും. അതായത് അല്പം കാറ്റഗറി കുറഞ്ഞ ഔദ്യോഗികമായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ ലെവലിലുള്ള ലോ ലെവലിലെ ജോലിക്കാണ് സാധ്യത. പിന്നീട് നിങ്ങൾ മെച്ചപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹോട്ടലിൽ നിങ്ങൾ സാധാരണക്കാരനായ ജോലിക്ക് കയറി, അവിടുത്തെ ഒരു വെയിറ്ററായിട്ട് കയറി, അല്ലെങ്കിൽ വേണ്ട ഒരു സ്വീപ്പറായിട്ട് കയറി കഴിഞ്ഞാലും നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഒരുപക്ഷെ ആ ഹോട്ടൽ വിലയ്ക്ക് മേടിച്ചില്ലെങ്കിലും അതുപോലെ ഒരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഇടാനുള്ള യോഗം ഉള്ളവരാണ് നിങ്ങൾ. കഠിനാധ്വാനത്തിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എല്ലാ കാര്യങ്ങളും. ചില ആൾക്കാർ അങ്ങനെയല്ല, എല്ലാം നിങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തിച്ചേരും. ഇത് നിങ്ങൾക്ക് അങ്ങനെയല്ല. ശനി ആയതുകൊണ്ട് സ്ലോയിലേ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഡയറക്ഷൻ തെക്കുവശമാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെക്കോട്ട് നോക്കി ശനീശ്വരനെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഗുണം കിട്ടും എന്നാണ് പൊതുവെ കണ്ടുവരുന്നത്. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കളർ കടും നീല. ശനീശ്വരൻ്റെ നിറം അങ്ങനെയാണല്ലോ. നീലാഞ്ചനം സമാനാഭം എന്നല്ലേ ആ ശ്ലോകം തന്നെ. കടും നീല, പിന്നെ കടും മഞ്ഞ, കടും പച്ചയൊക്കെ നല്ലതാണ്. ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഇതിനു വേണ്ടി പോകുമ്പോൾ മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിച്ചു പോയാൽ അല്പം കൂടി അനുഗുണമായിരിക്കും. ഓഗസ്റ്റ് 26-ാം തീയതി ജനിച്ചവരുടെ കാര്യം. പക്ഷെ നിങ്ങളുടെ ബേസിക് നമ്പർ 8 ആയതിൻ്റെ പേരിൽ ശനിയുടെ സ്വാധീനം വളരെയേറെ വർദ്ധിച്ചിരിക്കും. 8 നാമസംഖ്യയായിട്ട് വന്നു എന്ന് വയ്ക്കുക. നിങ്ങളുടെ പേരിൻ്റെ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സിൻ്റെ ഓരോ വാല്യൂം ഇട്ട് വരുമ്പോൾ 26 എന്നാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിലും ശരി, കൂട്ടുകാർ മുഖാന്തരം അത് അല്പസ്വല്പമൊക്കെ മങ്ങലേൽപ്പിക്കും. കൂട്ടുകാരുടെ നിർദ്ദേശത്തിന്, അവരുടെ സ്നേഹമായിട്ടുള്ള അഭിപ്രായത്തിന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിന്നു കൊടുക്കും. അത് നഷ്ടത്തിലേക്ക് കലാശിക്കുള്ളൂ. നാമസംഖ്യ 26 വന്നാലാണ് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ പോയി എന്ന് വയ്ക്കുക. പിന്നെ പൊതുവെ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടുവാൻ പ്രയാസമുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിലൂടെയുള്ള നേട്ടമല്ല, അറിവല്ല നിങ്ങൾക്കുണ്ടാകുന്നത്. പ്രാക്ടിക്കൽ ലൈഫിലൂടെ കൈപ്പേറിയ ദുഃഖകരമായ അറിവിലൂടെയാണ് നിങ്ങൾ ജീവിതത്തിൽ പല പാഠങ്ങളും പഠിക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കാൻ പോയി എന്ന് വയ്ക്കുക. എന്തെങ്കിലും കോഴ്സ് ആയിക്കോട്ടെ, ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനായിട്ട്, ഒരു ഗിറ്റാറോ വയലിനോ തബലയോ എന്തെങ്കിലും ആട്ടെ, അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും അത് മേടിക്കുകയും ചെയ്തു, വയലിനോ ആ ഇൻസ്ട്രുമെൻ്റ് മേടിച്ചു. ഏതെങ്കിലും കൂട്ടുകാരൻ പറയും, നമ്മുടെ ആശാൻ ശരിയല്ല, നമുക്ക് വേറെ വഴിക്ക് പോകാമെന്ന്. ആക്ച്വലി നമ്മുടെ മുന്നിൽ കിട്ടിയത് നല്ല ആശാനായിരിക്കും, മാസ്റ്ററായിരിക്കും. ആ മാസ്റ്ററിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂട്ടുകാരുടെ ഡയറക്ഷൻ വെച്ചുകൊണ്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ആ കോഴ്സ് പഠിക്കാൻ സാധിക്കാതെയും വരും. ഈ യൂട്യൂബൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നിങ്ങളുടേതായ കുറവുകളെല്ലാം കണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഇനി വിധിസംഖ്യയാണ് നിങ്ങളുടെ പേരിൽ വരുന്നതെങ്കിൽ, ജനിച്ച ഡേറ്റും മാസവും വർഷവും കൂടി 26 കിട്ടുന്നതെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ പുച്ഛിക്കും, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഒരു വ്യക്തിയുടെ അവിടുന്ന് പുറകോട്ട് തിരിഞ്ഞു നിന്നാൽ നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരെ ഈ ആംഗ്യം കാണിക്കുക, ഗോഷ്ഠി കാണിക്കുക, പുച്ഛിക്കുന്ന ഭാവപ്രകടനങ്ങൾ കാണിക്കും. വിധിസംഖ്യയാണെങ്കിലും നിങ്ങളുടെ ബന്ധുജനങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചെന്നു എന്ന് വയ്ക്കുക. ഒരു സന്ധ്യാസമയത്ത് ചെന്നു, അവർ ഉടൻ തന്നെ തിരിച്ചരിക്കും. ഇന്ന് നിങ്ങളവിടെ സ്റ്റേ ചെയ്യാൻ ചെന്നതാണോ, വരാൻ കണ്ട സമയം എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞിരിക്കും.
അതുകൊണ്ട് ഈ വിധിസംഖ്യ നിങ്ങൾ ജനിച്ച ഡേറ്റും മാസവും വർഷവും 26 കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കെന്നല്ല ആർക്ക് കിട്ടിയാലും ശരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബന്ധങ്ങൾ വഷളാകാതെ പോകാൻ പറ്റും. നിങ്ങളുടെ ഭാവം കണ്ടാൽ വലിയ ക്രൂരനായിട്ട് തോന്നും. പക്ഷേ ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്കറിയാം നിങ്ങൾ സാധുവാണെന്ന്. നിങ്ങളെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിന് മെയിൻ കാരണം നിങ്ങളുടെ നാവ് അത്ര ശരിയല്ല. നിങ്ങളൊരാശയം ഇട്ടാൽ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ പിടിയാൽ ഇത് തന്നെയാണ് ശരിയെന്ന് പറയും. പക്ഷേ ഒരു പരിധിവരെയും നിങ്ങൾ പറയുന്നതാണ് ശരി. പക്ഷേ മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കൃത്യനിഷ്ഠയും സത്യസന്ധതയും ഉള്ളവരാണ്. എന്നാൽ അപൂർവം ചില ആൾക്കാർ മോശം പ്രവർത്തനത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെയേറെ പ്രയാസപ്പെടും. സമൂഹത്തിൽ ഒന്നിനും കൊള്ളില്ലാത്ത ആൾക്കാരായിത്തീരും. അത് നിങ്ങളുടെ പേരിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകാരെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നിൽക്കുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ളതില്ല, നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾക്കാണ് ഏറ്റവും കെടുതികൾ വരുന്നത്. മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ എപ്പോഴും ഉണ്ടാകും. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നല്ലതിന് വേണ്ടി വാദിക്കും. പക്ഷേ കേൾക്കുന്നവർ നിങ്ങളെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകാതെ ദൈവികമായ കാര്യങ്ങൾക്ക് അല്പം കൂടി പ്രാധാന്യം കൊടുത്ത്, ഇപ്പോൾ ഉള്ളതിനേക്കാളും അല്പം കൂടി പ്രാധാന്യം കൊടുത്ത് പോയാൽ, നിങ്ങളുടെ മതം ഏതുമായിക്കോട്ടെ, മതപരമായ കാര്യത്തിലേക്ക് ഏർപ്പെട്ട് പോയാൽ അല്പം കൂടി പ്രകൃതിയിൽ നിന്നും പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് സംക്ഷിപ്തമാകും. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് വരുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളുടെ കാലശേഷവും സമൂഹം നിങ്ങളെ ബഹുമാന പുരസ്സരം ഓർത്തിരിക്കും. ജീവിച്ചിരിക്കുമ്പോഴും ഓർത്തിരിക്കത്തില്ല. കൊള്ളില്ലാത്ത ഒരാളാണെന്ന് പറയുക വരെയും ചെയ്യുക. നിങ്ങൾ അഹങ്കാരിയാണെന്ന് വരെയും പറയും. നിങ്ങളതൊന്നും കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇതൊരു മിസ്റ്റിക് നമ്പറാണ് 8 എന്നുള്ളത്. അതിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലായ്പ്പോഴും ഉണ്ടാകും. നിങ്ങളെ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കാം. അതുപോലെ മതപരമായ കാര്യത്തിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ പറ്റും. ബിസിനസ്സും പറ്റും. നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തീരുമാനം ഉറച്ചതായിരിക്കും. കാരണം നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് തീരുമാനം എടുക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. താങ്ക് യു വെരി മച്ച്.